5 വർഷം മുൻപേ ഞാൻ എഴുതിയ ഭാവനയാണ്. കഴിഞ്ഞ ആഴ്ച എഴുതാൻ സാധിച്ചില്ല. ബഹുമാനപ്പെട്ട അധ്യക്ഷൻ ദേവദാസൻ കൂടി വന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഞാൻ നിങ്ങളൊരു സാങ്കല്പികമായ ഒരു സഭയിലേക്ക് കൂട്ടിക്കൊണ്ടുപോവുകയാണ്. സാക്ഷ്യം പറയുന്ന സ്ഥലത്തേക്ക് അറിയാതെ ഒന്ന് കയറി ചെന്നുപോയി. സാക്ഷ്യത്തിന് കിട്ടിയ സമയം കളയാതെ മുതലാക്കി ചാടി എണ്ണീട്ട് മുൻപോട്ട് വന്ന് ഇച്ചിരി ശബ്ദത്തോടെ പറഞ്ഞു തുടങ്ങി. എന്നെ അറിയാത്തവരായി ആരും ഉണ്ടാകാൻ സാധ്യതയില്ല. പൊതുവെ എല്ലാ രീതിയിലും എല്ലാ രാജ്യങ്ങളിലും ഞാൻ ഫേമസ് ആണ്. എല്ലാവർക്കും ഞാനൊരു സഹായിയാണ്. ആരെയും എന്നെ ഉപയോഗിച്ച് നിലനിൽക്കി നിർത്താൻ സാധിക്കും. പ്രായമായവർക്കും ഞാനാണ് ഏക ആശ്രയം. ചിലർക്ക് എന്നെ വാനോളം എടുത്തുയർത്തി നല്ല ഫലങ്ങൾ പറിക്കാൻ ഉപയോഗിക്കാറുണ്ട്. ചിലരെന്നെ പുറമേ തലോടുമെങ്കിലും എന്റെ ഉള്ളിൽ വാഴ്ത്തിരിക്കും മറ്റുള്ളവരെ നശിപ്പിക്കാനായി ഉപയോഗിക്കുന്നു. ആ സാഹചര്യത്തിൽ എന്നെ വടിവാടെന്നറിയപ്പെടുന്നു. ചുരുക്കി പറഞ്ഞാൽ എന്നെ ഇംഗ്ലീഷിൽ സ്റ്റിക്ക് എന്ന് വിളിക്കുമെങ്കിലും മലയാളത്തിൽ വടി അഥവാ കമ്പ് എന്നൊക്കെയാണ് എന്നെ വിളിക്കാറ്. കേട്ടിട്ടില്ല. പക്ഷെ ഞാനിത് പുറത്താരോടും പറയാറില്ല. സാക്ഷ്യം കുറെ കേട്ട് കഴിഞ്ഞപ്പോൾ നിലത്തിരുന്ന് മുന്തിരിവള്ളി ചോദിച്ചു. ഇത് തന്നെയല്ലേ എപ്പോഴും പറയുന്നത്, ഉപകരിക്കുന്നതും സഹായിക്കുന്നതുമായ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞു നടക്കാം. ഒന്ന് നിർത്തി വടി മുന്തിരിവള്ളിയെ നോക്കി. നോട്ടത്തിന്റെ അർത്ഥം ഇത്രയേ ഉള്ളൂ. കാര്യം ശരിയാക്കി മുന്തിരിവള്ളിയൊക്കെ തന്നെ മറ്റുള്ളവർക്ക് നിന്റെ ഫലം ആശ്വാസമായിരിക്കാം. നിനക്ക് പടർന്ന് കയറി പോകണമെങ്കിൽ ഞാൻ തന്നെ വേണം. അത്ര നേരം മൗനമായിരുന്ന അധ്യക്ഷൻ ഓർപ്പിച്ചു. സാക്ഷ്യത്തിൽ നിന്ന് വിട്ടുപോയി. ഉടനെ മുൻപിലിരുന്ന് ചീല പറഞ്ഞു, ഇത് തന്നെയാണ് പ്രശ്നം. പലപ്പോഴും സാക്ഷ്യമില്ലാതെ ആയിത്തീരുന്നതാണ് ജീവിതത്തിലെ പ്രധാന പ്രശ്നങ്ങൾക്ക് കാര്യമെന്ന് സ്വരം താഴ്ത്തി പറഞ്ഞ് ആശ്വസിച്ചു. ആ പറഞ്ഞത് വടി കേട്ടിരുന്നെങ്കിൽ നീ കാട്ടുചീരയാണെന്നും ആരും വാങ്ങരുതെന്നും കർത്താവിന് പോലും ഇവനെ കൊണ്ട് ആവശ്യമില്ലെന്നും ഒരു നിവർത്തിയില്ലെങ്കിലും അഗ്രഹത്തിന് കുറവൊന്നുമില്ലെന്നും പറഞ്ഞേനെ. വടി സാക്ഷ്യം തുടർന്നു. നാട്ടിൽ പ്ലക്കാർഡ് വയ്ക്കാൻ എന്നെ ഉപയോഗിക്കും. പറഞ്ഞു വരുമ്പോൾ ആർക്കും മര്യാദ കൊടുക്കാത്ത എല്ലാവരെയും ഭരിക്കുന്ന ഈ വടിയുടെ മുതുമുത്തച്ഛൻ ഒരു പഴയകാല റൗഡിയായിരുന്നു. പറഞ്ഞാൽ കേൾക്കാത്ത ആടുകളെ മെരുക്കാൻ മോശയുടെ കയ്യിൽ കയറിയപ്പോൾ ഉൾപ്പടർപ്പിൽ ഇറങ്ങി വന്ന് ദൈവത്തെ കണ്ട് മോശയുടെ കയ്യിൽ ഒതുങ്ങിയത് കൊണ്ട് ആൾ മാറിയതാണ് ഈ വടി. ചില്ലറ ഗുണമല്ല വടിക്കുണ്ടായത്. ഒരു വടിയായി മോശയുടെ കയ്യിൽ ഇരുന്നപ്പോൾ നേരിടേണ്ടി വന്നത് ഒരു കൂട്ടം സർപ്പങ്ങളെയായിരുന്നു. പെട്ടെന്ന് സർപ്പമായി തീർന്ന് സകലത്തെയും മിശ്രീമ ആഭിചാരങ്ങളെയും മന്ത്രങ്ങളെയും വിഴുങ്ങിയ വടിയായി മാറി. ചെങ്കടലിന് മുൻപിൽ എന്തു ചെയ്യണമെന്നറിയാതെ ജനം ഒന്നാകെ ഭയപ്പെട്ടു പേടിച്ചപ്പോൾ മോശയുടെ കയ്യിൽ അമർന്നിരുന്ന് ചെങ്കടലിന് മുൻപിൽ ചരിത്രത്തിൽ സംഭവിക്കാത്ത അത്ഭുതങ്ങളെ ചെയ്യുവാൻ ഈ വടി ദൈവം ഉപയോഗിച്ചു. എല്ലാ വടികളും തള്ളിപ്പറഞ്ഞപ്പോൾ ഇനി നിന്നിൽ നിന്നൊരു ഫലം ഉണ്ടാകില്ലെന്ന് മറ്റു വടികൾ ഒരുപോലെ വിധിയെത്തി തള്ളിപ്പറഞ്ഞപ്പോഴും തിരുനിവാസത്തിനകത്ത് ചേർത്ത് പിടിച്ച് ദൈവം കാണിച്ച കരുതലും സ്നേഹവും ഈ വടിയെ കൂത്ത് ഫലം കായ്ക്കുവാൻ ഇടയാക്കി തീർത്തു. ദൈവം അടയാളമായി കൂടെ ഉണ്ടായിരുന്നു. പിന്നീട് ദൈവസാന്നിധ്യത്തിന്റെ അടയാളമായി വടി മാറി. ഒരടി പോലും മുന്നോട്ട് പോകുവാൻ കഴിയാതെ ജനം വലഞ്ഞപ്പോൾ ഈ വടി കൊണ്ടടിച്ച് വെള്ളം പുറപ്പെടുവിച്ച് ജനം മുഴുവൻ കുടിച്ചു. അവിടെ കൊണ്ടും തീർന്നില്ല. ഈ സമയത്ത് സഭായോഗത്തിന് ഇരുന്ന് മയങ്ങിയ ചേന ഉണർന്ന് നോക്കി. ഭാഗ്യം, വടിയുടെ സാക്ഷ്യം ഇതുവരെ തീർന്നിട്ടില്ല. സമയത്തിന്റെ കുറവ് മൂലം സാക്ഷ്യം ചുരുക്കണമെന്ന് അധ്യക്ഷന്റെ അഭ്യർത്ഥന മാനിച്ച് കൂടെ മുന്നറിയിപ്പ് നൽകുന്നുണ്ടെങ്കിലും എവിടെ കേൾക്കാൻ? ഫലമുണ്ടാകണമെങ്കിൽ ഞാൻ തന്നെ വേണമെന്നും ഈ വള്ളികളെല്ലാം എന്നെ ചുറ്റി നിൽക്കുന്നതാണെന്നും പറഞ്ഞ് വടി സാക്ഷ്യം നിർത്തി. എന്നാൽ ഈ വടിക്ക് അറിയില്ല ദൈവത്തിന്റെ പിതാക്കന്മാരോട് കൂടെ ഇരുന്നത് കുടുംബമഹിമയോ ധനമഹിമയോ കഴിവുകൊണ്ടോ ഒന്നുമല്ല. മോശയുടെ അഹരോന്റെയും ദൈവിക പദ്ധതിയുടെയും കയ്യിൽ ഇണങ്ങിയ ആയുധമായി വടി സ്വയം ത്യജിച്ച് താഴ്മ ധരിച്ചിരുന്നത് കൊണ്ട് ദൈവത്താൽ ലഭിക്കപ്പെട്ട പ്രശസ്തിയും പ്രതാപവും അംഗീകാരങ്ങളുമാണ്. നമുക്ക് തീരുമാനിക്കാം ആധുനിക ലോകത്ത് വ്യക്തി കേന്ദ്രീകമാകുന്ന മാനുഷിക ശബ്ദം മാത്രമായി മാറുന്ന ബുദ്ധിയുടെ വടിയായി മാറണം. നമുക്ക് പ്രതീക്ഷിക്കാം, ആഗ്രഹിക്കാം, വിനയപ്പെടുത്താം, താഴ്ത്തി കൊടുക്കാം. ദൈവപ്രവൃത്തികൾക്കായി ഉടയവന്റെ കൈകളിൽ ഒതുങ്ങിച്ചെല്ലുന്ന ഫലമുള്ള നല്ല വടിയായി മാറാം. ദൈവം നമ്മളെ അനുഗ്രഹിക്കട്ടെ.